ദൈവം യോജിപ്പിച്ചതിനെ ആരും അടർത്തി മാറ്റരുത്. ആദമും ഹവ്വയും മനോഹരമായ ഒരു കുടുംബജീവിതം ഏദൻ തോട്ടത്തിൽ നടത്തി വരുന്നു. പിശാച് പാമ്പ് രൂപത്തിൽ തോട്ടത്തിൽ പ്രവേശിച്ച് ഹവ്വയോട് അധിക നേരം സംസാരിച്ച് ദൈവവ്യവസ്ഥയെ ലംഘിപ്പിച്ച് പാപം ചെയ്യിച്ച് ഫലം ഭക്ഷിപ്പിച്ചു. അങ്ങനെ ഫലം ഭക്ഷിച്ചിട്ട് ഹവ്വ പിശാച് പറഞ്ഞ വശീകരണ വാക്കുകളാൽ തന്റെ ഭർത്താവായ ആദമിനും ആ ഫലം കൊണ്ടുകൊടുത്തു. ആദമും ഹവ്വയുടെ വാക്ക് കേട്ട് ആ ഫലം ഭക്ഷിച്ച് ദൈവവ്യവസ്ഥ ലംഘിച്ചു, നഗ്നരായി. ആദം എന്ന ഭർത്താവിന് ഹവ്വയോട് അകൽച്ച തോന്നാൻ, ഹവ്വയെ ഇനിയും ജീവിതത്തിൽ വേണ്ട എന്ന് തോന്നാൻ ഒറ്റ കാരണം മതി. അത് ദൈവത്തോടുള്ള ബന്ധവും ദൈവം എനിക്ക് നൽകിയ തേജസ്സും ദൈവത്തോടുള്ള നടത്തവും അവസാനിപ്പിക്കുന്ന പോലെ ദൈവിക ബന്ധത്തെ മുറിച്ചു മാറ്റും വിധം എന്നെ കൊണ്ട് പാപം ചെയ്യിച്ചു. ഞാൻ പോലും അറിയാതെ പിശാചിനോട് അധിക നേരം സംസാരിച്ച് ദൈവവും ഞാനുമായുള്ള ബന്ധത്തെ അകറ്റി മാറ്റി എന്ന് ചിന്തിച്ച് ആ ഒരൊറ്റ കാരണത്താൽ ആദമിന് ഹവ്വയെ വേണ്ട എന്ന് വെക്കാം. പക്ഷേ ആദം അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ല. തേജസ് നഷ്ടപ്പെട്ട് നഗ്നരായി അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി ധരിച്ചപ്പോഴും ആദം ഹവ്വയ്ക്കും ഒരു അരയാട ഉണ്ടാക്കി കൊടുത്തു. ശേഷം ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നു. ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദമിനോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ആദം ഫലം ഭക്ഷിച്ച് നഗ്നനാവാനുള്ള കാരണം തന്റെ ഭാര്യയായ ഹവ്വയാണ്. പക്ഷേ ദൈവം ഇത് അറിഞ്ഞിട്ടും ഇവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതല്ലാതെ തേജസ് നഷ്ടപ്പെട്ട ആദമിനെ ഹവ്വയെയും അധ്വാനിച്ച് വേദനയോടെ അധ്വാനിച്ച് തോട്ടത്തിന് പുറത്ത് ജീവിക്കാൻ ഇരുവരെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴും ആ കഷ്ടപ്പാടിനും അധ്വാനത്തിനും പുറത്തു ജീവിക്കാനും ഇരുവരെ ഒന്നിച്ചു തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. ദൈവവും അവരെ വേർപിരിച്ച് വിട്ടില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നാം ഒരു കാര്യത്തെ ജാഗ്രതയോടെ മനസ്സിലാക്കണം. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് മനുഷ്യർക്കാർക്കും ദൈവം യോജിപ്പിച്ചതിനെ വേർപിരിക്കാൻ കഴിയില്ല. ദൈവം യോജിപ്പിച്ചതിനെ അടർത്തി മാറ്റാൻ കഴിയത്തില്ല. ദൈവം അത് ചെയ്തില്ലെങ്കിൽ, ആദ്യ മാതാപിതാക്കളിൽ നാം അത് കണ്ടില്ലെങ്കിൽ, ദൈവം യോജിപ്പിച്ചതിനെ, ദൈവം ആത്മീയ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി കൂട്ടിച്ചേർത്തതിനെ നാം നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വേർപെടുത്തരുത്. അവരെ ഒന്നാക്കി നിർത്താൻ നമുക്ക് ശ്രമിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.